എൻ്റെ പേര് മേരി സൽവിയ. ഞാൻ കല്ലേക്കാട് ഇടവയിൽ നിന്ന് വരുന്നു. ഇന്നലെ രാത്രി മുഴുവൻ ഞാൻ പല്ല് വേദന, ഇവിടുന്ന് ഇന്നലെ ശുശ്രൂഷ കഴിഞ്ഞ് പോകുമ്പോഴേ എനിക്ക് നല്ല വേദനയുണ്ടായിരുന്നു. രാത്രിയൊന്നും ഞാൻ കടന്നുറങ്ങിയിട്ടേ ഇല്ല. പക്ഷെ ഞാൻ ക്ഷീണിതയല്ല. ഞാൻ രാത്രിയൊക്കെ എണീച്ച് ആളെയൊന്നും ജീവിത പങ്കാളിയൊന്നും അറിയിച്ചില്ല. ഞാൻ റൂമിൽ പോയിട്ട് പ്രാർത്ഥിക്കാൻ പറ്റില്ലെങ്കിലും അച്ഛൻ പറഞ്ഞ പോലെ ലൂക്ക 10:19 ഇങ്ങനെ കൊന്ത പിടിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരുന്നു. എങ്ങനെയൊന്ന് ഡോക്ടറെ അടുത്ത് രാവിലെ എണീച്ച് പോകണമല്ലോ, എനിക്ക് സഹിക്കാൻ വയ്യ, അത്രയും വേദനയായിരുന്നു. അത് കഴിഞ്ഞ് രാവിലെ എണീച്ചു, ഞാൻ പ്രാർത്ഥനയൊക്കെ ചെയ്തു. പല്ല് വേദനയാണെങ്കിലും പ്രാർത്ഥനയൊന്നും മുടക്കിയില്ല. പ്രാർത്ഥനയൊക്കെ ചെയ്തു, വീട്ടിലെ കാര്യങ്ങൾ ചെയ്തു. ഡോക്ടറെ കണ്ട് കഴിയുമ്പോൾ 10:45 കഴിഞ്ഞു. ഞാൻ അവിടുന്ന് വരുമ്പോൾ എനിക്ക് പോകണ്ടല്ലേ, ശുശ്രൂഷയ്ക്ക് പോയി വീട്ടിൽ ഇത്തിരി റെസ്റ്റ് എടുക്കാം. സത്യമായിട്ട് ഞാൻ പറഞ്ഞ കാര്യമാണ്, ഞാൻ വീട്ടിൽ പോയി റെസ്റ്റ് എടുക്കാം. പക്ഷേ തമ്പുരാൻ എന്നെ അനുവദിച്ചില്ല. പക്ഷേ ഞാൻ വരുമ്പോൾ കുർബാന തുടങ്ങുന്നേ ഉണ്ടായിരുന്നുള്ളൂ. വന്ന് കയറി എനിക്കിവിടെ ഇരിക്കപ്പുറത്തിയില്ല. അവിടെ നിന്ന് വെച്ചാൽ കുർബാനയുടെ ടൈമിൽ വേദനിച്ച് എനിക്ക് സഹിക്കാൻ വയ്യ. ഞാനിങ്ങനെ അങ്ങനെ കാണിച്ചിരിക്കുകയായിരുന്നു. ആരാധന സമയത്ത് സിസ്റ്റർ ഒരു പാട്ട് പാടി. ആ സമയത്ത് ഞാൻ കുർബാനയുടെ പാട്ട് പോലും ഞാൻ പാടാതെ നിൽക്കുകയായിരുന്നു, വേദനിച്ചിട്ട്. പരിശുദ്ധാത്മാവേ നിറയണേന്ന് സിസ്റ്റർ ഒരു പാട്ട് പാടിയപ്പോൾ എനിക്കൊരു അഭിഷേകം കിട്ടി. അതോടുകൂടി ആ വേദന മാറി. എനിക്ക് എന്തായാലും ഒന്ന് സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞ് അതിനുള്ളവർക്ക് യേശുവേ നന്ദി, യേശുവേ ആരാധന.